ചട്ടലംഘന പരാതിയിൽ മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് കമ്മീഷന് മറുപടി നൽകി. പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടില്ലെന്നും ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുമെന്നാണ് മറുപടി നൽകിയത്. കോഴിക്കോട് സ്റ്റേഡിയം 2013 നവംബറിൽ കായികമന്ത്രി പ്രഖ്യാപിച്ചതാണെന്നും മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുന്നുണ്ട്. ദീപക് ധർമ്മടം നൽകും വിവരങ്ങൾ. ദീപക്, എന്താണ് വിശദാംശങ്ങൾ? മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ പെരുമാറ്റച്ചട്ട ലംഘന പരാതി നൽകിയത് UDF ആയിരുന്നു. അതായത് കോഴിക്കോട്ടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ മന്ത്രി പുതിയ പ്രഖ്യാപനം നടത്തി എന്നുള്ളതായിരുന്നു പരാതി. ആ പരാതിയെ തുടർന്ന് കലക്ടർ മന്ത്രിക്ക് നോട്ടീസ് നൽകിയിരുന്നു. ജില്ലാ ഇലക്ടറൽ ഓഫീസറായ കലക്ടറായിരുന്നു നോട്ടീസ് നൽകിയത്. ആ നോട്ടീസിനാണ് ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി നൽകിയിരിക്കുന്നത്. മറുപടിയിൽ ഇപ്രകാരം കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, പുതിയ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഇല്ല. പ്രസംഗങ്ങൾ നിരവധി പേർ ചിത്രീകരിച്ചതാണ്. അത് പരിശോധിച്ചാൽ വ്യക്തമാകും. മറ്റൊരു കാര്യം, ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് നടത്തിയത് പുതിയ പ്രഖ്യാപനമല്ല. 2013 നവംബറിൽ കോഴിക്കോട് സ്റ്റേഡിയം സംബന്ധിച്ച് കായിക മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. അത് അന്ന് തന്നെ വാർത്തകൾ വന്നതാണ്. ആ വാർത്തകൾ പരിശോധിച്ചാൽ ആ കാര്യം വ്യക്തമാവും. മറ്റൊന്ന്, സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോജക്റ്റുകളെക്കുറിച്ചുള്ള വാർത്തയും നേരത്തെ വന്നതാണ്. അത് നേരത്തെ പ്രഖ്യാപിച്ച് പണം അനുവദിച്ച കാര്യമാണ്. അതായത് പദ്ധതികൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ, വികസനങ്ങൾ അത് പറയുക തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമാണ്. ആ കാര്യം ഇനിയും ചെയ്യും. പക്ഷേ ചട്ടലംഘനങ്ങളോ ലംഘനമാകുന്ന രീതിയിലുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മന്ത്രി മുഹമ്മദ് റിയാസ് കലക്ടർക്ക് നൽകിയിരിക്കുന്ന മറുപടി. അല്പം മുൻപാണ് കലക്ടർക്ക് മറുപടി നൽകിയത് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ വിവരം. പ്രജിൻ. ദീപക് ധർമ്മമാണ് കോഴിക്കോട് വിശദാംശങ്ങൾ നൽകിയത്.